അമേരിക്ക ബോംബിട്ടത് ഇറാനിലാണെങ്കിലും ശരിക്കും പൊള്ളിയത് ചൈനയ്ക്കാണ്. ഇറാനിലെ ഖാർഗ് ദ്വീപിൽ നടന്ന അമേരിക്കൻ ആക്രമണം ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതോടെ ചൈനയിലെ ഇന്ധനവില കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ കിരീടത്തിലെ രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖാർഗ് ദ്വീപിൽ ബോംബിട്ടത്. ദ്വീപിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തില്ലെങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഈ പ്രദേശം പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വെറുതെ ഒരു രസത്തിന് വേണമെങ്കിൽ വീണ്ടും ആക്രമിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു പറഞ്ഞു. യുദ്ധം രൂക്ഷമായതോടെ ചൈനയിലെ ഡ്രൈവർമാർ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ തിക്കിത്തിരക്കുകയാണ്. പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇറാനിലെ ആക്രമണം ചൈനയെ ഇത്രയേറെ ഭയപ്പെടുത്തുന്നത്? ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് തീരത്ത് നിന്ന് 33 കിലോമീറ്റർ അകലെയുള്ള ഈ ചെറിയ പവിഴപ്പുറ്റ് ദ്വീപിലൂടെയാണ്. 2024 കണക്കുകൾ പ്രകാരം ഇറാന്റെ എണ്ണയുടെ 91% വാങ്ങിയത് ചൈനയാണ്. ചൈനയിലെ ഷാൻഡോങ് പ്രവിശ്യയിലുള്ള ടീപോട്ട്സ് എന്നറിയപ്പെടുന്ന സ്വതന്ത്ര റിഫൈനറികളാണ് വിലക്കുറവിൽ ഈ എണ്ണ പ്രധാനമായും വാങ്ങിക്കൂട്ടുന്നത്. പ്രതിദിനം ശരാശരി 1.38 ദശലക്ഷം ബാരൽ ഇറാനിയൻ എണ്ണയാണ് കഴിഞ്ഞ വർഷം ചൈന വാങ്ങിയത്. എന്നാൽ ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായതോടെ 2022 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ വില വർധനവാണ് ചൈനീസ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു മെട്രിക് ടൺ പെട്രോളിന് 695 യുവാനും ഡീസലിന് 670 യുവാനുമാണ് വർദ്ധിപ്പിച്ചത്. അതായത് ഫെബ്രുവരിയിലെ 99.3 രൂപയിൽ നിന്ന് മാർച്ചിൽ വില 109.4 കുതിച്ചുയർന്നു. ആഭ്യന്തര ഇന്ധനക്ഷാമം മുന്നിൽ കണ്ട ശുദ്ധീകരിച്ച ഇന്ധനങ്ങളുടെ കയറ്റുമതിക്കും ചൈന ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ആഗോള വടംവലിയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കെതിരെ ചൈന തങ്ങളുടെ ഒരു പ്രോക്സിയായ ഇറാനെ ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചിടണമെന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊസ്തഫ ഖമേനിയുടേതായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരുന്നു. എന്നാൽ ചൈനീസ് കറൻസിയായ യുവാനിൽ വ്യാപാരം നടത്താൻ തയ്യാറുള്ള എണ്ണ കപ്പലുകളെ മാത്രം കടത്തിവിടാമെന്നാണ് ഇറാന്റെ പുതിയ നിലപാട്. ആഗോള എണ്ണ വ്യാപാരം സാധാരണയായി US ഡോളറിലാണ് നടക്കുന്നത്. ഡോളറിന്റെ ആധിപത്യം തകർത്ത് ചൈനീസ് യുവാനെ മുന്നിലെത്തിക്കാനുള്ള ബീജിംഗിന്റെ തന്ത്രമാണ് ഇറാനിലൂടെ നടപ്പിലാകുന്നത്. ഉപരോധമുള്ള റഷ്യൻ എണ്ണയും ഇപ്പോൾ യുവാനിലാണ് കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ ഞെരുക്കുന്നതിലൂടെ ചൈനയുടെ എണ്ണ സ്രോതസ്സുകൾ ഇല്ലാതാക്കാനും ഡോളറിനെതിരെയുള്ള നീക്കങ്ങളെ തടയാനുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ നമ്മൾ കാണുന്നത് വെറുമൊരു ഇറാൻ അമേരിക്ക സംഘർഷം മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ആധിപത്യ പോരാട്ടമാണ്. ഇറാനെതിരെയുള്ള ഓരോ അമേരിക്കൻ മിസൈലും ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക തന്ത്രങ്ങൾക്കുമുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ഈ ആഗോള ഊർജ്ജ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങോട്ട് നയിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.